സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 4 വർഷം മുമ്പ് ടിമ്പർ സെയിൽസ് ഡിപ്പോ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അതിനു മുമ്പ് തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. വിരമിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും കൃഷിയുടെ മേഖലയിലേക്കാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓർഗാനിക് ഫാമിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ കമ്പനി ഈ ബയോ ഫെർട്ടിലൈസേഴ്സ് ആണല്ലോ അങ്ങനെ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത്. അതെ. ഇതിൻ്റെ കമ്പനി എവിടെയാണ്? ഇത് ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്നത് പഞ്ചാബ് ജലന്ധറിലാണ് ഇതിൻ്റെ ആസ്ഥാനം. 22 വർഷം മുമ്പ് ആ നാട്ടിൽ ഈ ക്യാൻസർ ഒരു വലിയ പ്രശ്നമായിരുന്നു. ക്യാൻസർ രോഗികൾ കൂടുതലുള്ള ഒരു ട്രെയിൻ തന്നെ അവിടെ നിന്ന് യാത്ര ചെയ്യുന്നു ഈ പഞ്ചാബിൽ. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഓർഗാനിക് പ്രോഡക്ട്സ് അത് സേവ് ദ മദർ എർത്ത് എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റിൽ വെച്ചാൽ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷി രീതി മാത്രമേ നിലനിൽക്കുക സസ്റ്റൈനബിളായിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ആരംഭിച്ചതാണ്. ഇന്ന് ഒട്ടേറെ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഒരു കൃഷി ആരംഭിക്കുന്ന സമയം മുതൽ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈ നമ്മുടെ സീഡ് ട്രീറ്റ് ചെയ്യുന്നത് മുതൽ അവസാനം ഫ്രൂട്ടിംഗ് സ്റ്റേജിൽ ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ്സിന് വരെയുള്ള ഒരു ഹോൾ സൊല്യൂഷൻ പ്രോഡക്റ്റുകൾ ഇന്ന് ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ ടെക്നോളജികൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതിനകത്ത് എല്ലാ തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്തുകൊണ്ട് അതിനകത്ത് അപ്പേഡ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓർഗാനിക്, വേദിക് ഓർഗാനിക്, UK അക്രഡിറ്റേഷൻ, ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ, ഈ ഒരു സ്റ്റാൻഡേർഡ്സിലാണ് ഈ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത്. കോഴിവളം ഡയറക്റ്റായിട്ട് ഇടുന്നത് ഭയങ്കര അപകടമാണെന്നാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത്. ഒന്നാമത് ഭയങ്കര ചൂട് കൂടുതൽ, മറ്റ് അസുഖങ്ങൾ വരുന്നു, പ്ലാന്റ്സിന് രോഗങ്ങൾ വരുന്നു. അപ്പോൾ അതിന് പ്രതിരോധിക്കാനായിട്ടുള്ള എന്തോ അത് കമ്പോസ്റ്റ് ആക്കി ഇടുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലാണ് കോഴിവളം ഉപയോഗിക്കുന്നത്. കോഴിവളം നല്ലതാണ്. കോഴിവളം ഏത് പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാലും അത് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ചില ദോഷങ്ങളുണ്ടാകുന്നുണ്ട്. ഒത്തിരി സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കീടങ്ങളും രോഗങ്ങളൊക്കെ വരാനായിട്ട് അത് കാരണമാവുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കോഴിവളത്തിനെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുക. ഈ കമ്പോസ്റ്റ് ചെയ്യുന്നതിനും നമുക്ക് നല്ല ഒരു മെത്തേഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് പെനട്രോൺ എന്ന് പറയുന്നത് സംഭവം. ഈ പെനട്രോൺ എന്ന് പറയുന്ന സംഗതി ഇത് നമുക്ക് ലിക്വിഡ് ഫോമിലേക്ക് ആക്കിയിട്ട് ഇതൊരു പൊടിയായിട്ടാണ് വരുന്നത്. ഇത് 1 ടൺ കമ്പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 1 കിലോ പാക്കറ്റ് ഉപയോഗിച്ചിട്ട് എന്നുവെച്ചാൽ അത് 50 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള ജൈവ സാധനങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് കോഴിക്കാഷ്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടി എന്ത് സാധനമാണെങ്കിലും അത് ഓരോ ലെയർ ഇട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ സ്പ്രേ കൊടുക്കുക, വീണ്ടും ഇട്ട് കൊടുക്കുക, അതിൻ്റെ മേളിൽ സ്പ്രേ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 ദിവസം കൂടുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 10 ദിവസം മിക്സ് ചെയ്തു, 20 ദിവസം മിക്സ് ചെയ്തു, 30 ദിവസം കഴിഞ്ഞാൽ ഒന്നാം തരം കമ്പോസ്റ്റ് വളമായിട്ട് മാറും. 10 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് തന്നെ ആയിത്തീരും. പക്ഷെ ഒരു മാക്സിമം ഒരു 30 ഡേയ്സിൽ ഇപ്പം ഇത് മാത്രമല്ല, മറ്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിലുള്ള ഈ വാഴത്തട അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കരിയില, അല്ലെങ്കിൽ ചപ്പ് ചവറുകൾ, അല്ലെങ്കിൽ ഈ പച്ചിലകൾ, ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇതിന് ഒരു കിലോയ്ക്ക് 1100 രൂപയാണ് അതിന് വരുന്നത്. 1100 രൂപ. പക്ഷെ 1 ടണ്ണ് സംസ്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് 1100 രൂപ വെച്ചാൽ 1 രൂപയാണ് ഒരു കിലോയ്ക്ക് നമുക്ക് ചെലവ് വരുന്നത്. അപ്പോൾ അത് കമ്പോസ്റ്റ് ആക്കാൻ പറ്റിയ ഒന്നാന്തരം വളം, നമ്മൾ വില കൊടുത്തിട്ട് വളം മേടിക്കാതെ തന്നെ നമുക്ക് ആ കമ്പോസ്റ്റ് ഉപയോഗിക്കാം. ആ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് ഈ പറയുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോഡക്ട്സും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കൃഷിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരുപാട് കൃഷിക്കാർ ഓൾ കേരള ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങി. അവർക്കൊക്കെ നല്ല റിസൾട്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഈ കലക്കി ഒഴിക്കുന്ന വളം നല്ല ഇതാണ്. ഞാനിട്ട് നല്ല റിസൾട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. കപ്പ, തെങ്ങ്, ജാതി, ഇതിനെല്ലാത്തിനും ഉപയോഗിക്കുന്നു. നല്ല വളർച്ച. കപ്പയ്ക്ക് കൂടുതൽ സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ കപ്പ നല്ല വേകുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഇതാണ്, നല്ല രുചിയാണ്, നല്ല ഇതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. ഇത് കലക്കി ഒഴിക്കുകയാണ്.
ഇത് കലക്കി ഒഴിക്കുകയാണ് ഇത്. പിന്നെ എന്നാ ഭൂമിപ്രവം, ഭൂമിപ്രവം, പിന്നെ നമ്മൾ ജാതിക്ക് എന്നാ എല്ലുപൊടിക്കുള്ള ഒരു പ്രോമം കൂടെ ഞാൻ ഇട്ടായിരുന്നു കുറേശ്ശേരിൻ്റെ കൂടെ. അത് കൂടെ ഇട്ടാണ് ഒരു 2 മാസം കൂടുമ്പോൾ ഒരു കുറേശ്ശേ വകഞ്ഞിട്ട് കൊടുത്താൽ മതി. എൻ്റെ വെള്ളം മുടിയാണ് എനിക്ക് നനച്ചു കൊടുക്കണം കേട്ടോ. എത്ര ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്? എനിക്കതില്ല, എനിക്ക് 1/2 ഏക്കർ ഞാൻ ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ്, കുഴപ്പമില്ല, നല്ല വളമാണ്. ഞാനിപ്പം 2ാമതാണ് വരുന്നത്. ഞാനിവിടെ ഉണ്ടായി ഞാൻ വന്നേനെ കേട്ടോ. ഞാനിപ്പം പുറത്താണ്. സാർ അമേരിക്കയിൽ എവിടെയാണ്? അമേരിക്ക ഫിലാഡൽഫിയാണ്. പിള്ളേരൊക്കെ എവിടെയാണ്? പിള്ളേരൊക്കെ വേറെ ന്യൂയോർക്ക്, ഇങ്ങനെയുള്ള സ്ഥലം. കാനഡയിൽ മോളുണ്ട്. ഇങ്ങനെ കറങ്ങി നടക്കുക. ഇവിടെ വരുമ്പോൾ കൃഷി, നമ്മൾ കൃഷിക്കാരല്ല. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കുറേ പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ട് പോകണം. ഓർഗാനിക് കൃഷി മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? ഞാനിപ്പോൾ ഓർഗാനിക്കാണ് ചെയ്യുന്നത്. താങ്ക് യു. സാറ് ലൈബ്രറിയുടെ പ്രസിഡന്റോ? അതെ അല്ലേ? ഏത് ലൈബ്രറിയാണ്? ഇവിടെ ടാഗോർ ലൈബ്രറി ഇറമ്പേ. അതെ, എ ഗ്രേഡിലുള്ള ലൈബ്രറിയാണ്. വൈക്കം താലൂക്കിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണ്. ഈ വരുന്ന ജനുവരി 14-ാം തീയതി അതിൻ്റെ വാർഷികം നടക്കുകയാണ്. അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ടർ ജോർജ് ഇരിമ്പേ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇരിമ്പയത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹമാണ് ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ജോർജ് സാറാണ്. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവരുടെ ട്രാൻസ്ലേറ്ററൊക്കെ ആയിട്ട് സാർ വർക്ക് ചെയ്തിരുന്നു. മഹാരാജ് കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. അപ്പോൾ എൻ്റെ അധ്യാപകനായിരുന്നു അവിടെ വെച്ചിട്ട്. മലയാളം വിഭാഗത്തിൻ്റെ ഹെഡായിരുന്നു. അപ്പോൾ സാറിൻ്റെ ആത്മകഥയുടെ പ്രകാശനം ഈ വരുന്ന 14-ാം തീയതി ഞങ്ങളുടെ വാർഷികത്തോടനുബന്ധിച്ച് ലൈബ്രറിയിൽ വെച്ച് നടത്തിയാണ്. നമ്മുടെ ന്യൂമാൻ കോളേജിലെ ഡോക്ടർ ശ്രീ ജോസഫ് സാറാണ് നമ്മുടെ പ്രധാന അതിഥിയായിട്ട് ഗസ്റ്റായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും പുസ്തകം മാത്രമല്ല, അതിലുപരിയായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ആദ്യ നിയമസഭാ സമ്മേളനം നടന്നപ്പോൾ ഡോക്ടർ സജീവ് കുമാർ എന്ന് പറയുന്ന എത്തിനോ മെഡിസിനിൽ ഡോക്ടറേറ്റ് എടുത്ത അന്നം ഔഷധം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹമാണ് അന്നം ഔഷധം എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം കേരളത്തിൽ ഉടനീളം എന്നുവെച്ചാൽ നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ ഔഷധമായിട്ട് ഭവിക്കണം എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ആ വലിയ ഒരു പ്രോഗ്രാം വെച്ചാൽ 140 സാമാജികർക്കും ഞങ്ങളവിടെ ഒരു സദ്യ ഒരുക്കിയിരുന്നു. കളസദ്യ, കളകൾ കൊണ്ട് മാത്രം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് അന്ന് നിയമസഭയിലെ എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അത് സ്ഥിരമായിട്ട് സംവിധാനം വേണമെന്ന് പോലും അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നടത്തിയ ഡോക്ടർ സജീവ് കുമാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു അന്ന് ലൈബ്രറിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. എന്നുവെച്ചാൽ ആ ഫുഡ് ഉണ്ടാക്കുന്നതിനൊക്കെ അന്ന് അവിടെ പോയി തിരുവനന്തപുരത്ത് പോയിട്ട് ക്യാമ്പ് ചെയ്ത് ഞങ്ങളത് അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ലൈബ്രറി നടത്തിക്കൊണ്ട് പോയിരുന്നു. അപ്പോൾ ഡോക്ടർ സജീവ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയൊരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു വില്ലേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ ഒരു 1000 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പുകൾ ഓരോ പ്രദേശത്തായിട്ടും ഇങ്ങനെ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ഉൽപ്പാദിപ്പിക്കുക എന്ന് വെച്ചാൽ മുട്ടയും മാംസം അല്ലെങ്കിൽ അരി എല്ലാം ഓർഗാനിക്കായിട്ട് തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് ഏറ്റവും വെച്ചാൽ പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കുകയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഇന്നലെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോടൊരു ആശയം പങ്കുവെച്ചു. നമ്മുടെ ഓർഗാനിക് രീതിയിലാണ് നമ്മുടെ നേഴ്സറി എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഫുഡ് കോർട്ട് ഈ സസ്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഹെർബൽ ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ഫുഡ് കോർട്ട് ഇവിടെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയ സംരംഭത്തിനും കൂടെ കൂടി ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൊറിയെണ്ണ ഉൾപ്പെടെയുള്ള സംഭവം
നമ്മൾ അന്ന് അവിടെ നടത്തിയെന്ന് വെച്ചാൽ വാഴപ്പിണ്ടി കൊണ്ട് പപ്പടം ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ ചൊറിയെണ്ണം കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കി, അതുകൊണ്ട് പിന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ അതുപോലെ നിലമുരിങ്ങ എന്നൊക്കെ പറയുന്നത് പച്ചടി ഉണ്ടാക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ് നിലമുരിങ്ങ. നിലമുരിങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മളെല്ലാം കളയെന്ന് പറഞ്ഞ് പറിച്ച് കളയണതാണ്. എല്ലാ കളകളും ഭക്ഷ്യയോഗ്യമാണ്. പക്ഷെ അത് കൃത്യമായിട്ടുള്ള ചേരുവകൾ ചേർക്കണം. അപ്പോൾ അതിന് അന്നാമോഷം എന്നുള്ള ഒരു പുസ്തകം ഡോക്ടർ സജീവകുമാറിൻ്റെ ആയിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി കളകൾ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ആ കൃത്യമായ ചേരുവകൾ ചേർത്താൽ മാത്രമേ അതിനകത്ത് ആ മെഡിസിനൽ പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം കള നശീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. അതിന് പകരം ഇത് ചെയ്താൽ പോരെ? അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഒരു ഏതാണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് വേൾഡ് തലത്തിൽ ഈ കളകളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് 36 ഇനം കളകളെ നശിപ്പിക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന 36 ഇനം കളസസ്യങ്ങളും ഒരു തരത്തിലുള്ള മറ്റു തരത്തിൽ മനുഷ്യർക്ക് ഈ പ്രകൃതിക്കും ഗുണകരമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. പക്ഷെ അതിൽ നിന്ന് ഒത്തിരി മെഡിസിനൽ വാല്യുള്ള സാധനങ്ങളാണ്. അത്തരം പ്രോപ്പർട്ടീസ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. മൃഗങ്ങൾക്ക് പിന്നെ ഭക്ഷ്യ ഇതായിട്ട് തീറ്റകളായിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് പെട്രോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ പല തരത്തിലുള്ള ഇന്ധനം ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ കളകളെ പ്രയോജനപ്പെടും. ഒരിക്കലും കളകളെ മരുന്നടിച്ച് നശിപ്പിച്ച് കളയേണ്ട ഒരു സാധനമല്ല. അതിന് ഏറ്റവും ഗുണകരമായിട്ട് അതിനെ മാറ്റി തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയ കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെറസ് കൃഷി നമുക്ക് സ്ഥലപരിമിതി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വെച്ചാൽ ടെറസ് കൃഷിയാണ്. ടെറസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഈ ഗ്രീൻ പ്ലാനറ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത രീതിയിൽ. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് തക്കാളി നന്നായിട്ട് ആയി വരുന്ന സമയത്ത് ഈ തക്കാളിക്ക് ദ്രുതവാട്ടം ഉണ്ടായി പോകുന്നു. അതുപോലെ ചിത്രകീടെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ അങ്ങനെയുള്ള യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് കണ്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള വളർച്ച കാണാം. വാടി പോകുന്നില്ല. അതുപോലെ തന്നെ ഈ മുളക് നോക്കിക്കേ, ഇത് നിറച്ച് ബ്രാഞ്ചസ് പൊട്ടി വന്നാണ്ടില്ലേ. ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളീച്ച എന്ന് പറഞ്ഞ സാധനം എപ്പോഴും കാണാറുണ്ട്. അതുപോലെ ഇതിന് മുരടിപ്പ് ഉണ്ടാവാറുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടാവുന്നില്ല. നല്ല ആരോഗ്യമായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഈ ലിക്വിഡ് ഇപ്പോൾ ഗ്രോത്ത് സ്റ്റേജിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മണ്ണൊരുക്കം നടത്തുമ്പോൾ ഭൂമി പവർ, റൂട്ട് ഗാർഡ്, പ്രീമിയം ഇത് കൊടുക്കുന്നു. പിന്നെ ഗ്രോത്തിൻ്റെ സ്റ്റേജിൽ ഗ്രോയി നൈട്രോക്യും കലക്കി സ്പ്രേ കൊടുക്കുന്നു, കലക്കി ഒഴിച്ചു കൊടുക്കുന്നു. പിന്നീട് ഫ്ലവറിങ് സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ബ്ലൂം ഇടയ്ക്ക് സ്പ്രേ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നീം ബേസ്ഡ് ആയിട്ടുള്ള പെസ്റ്റോഹിറ്റ് PPNB അതൊക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ വൈറസോൾ, ഓർഗോമേറ്റി, വെള്ളീച്ച പോലുള്ള സംഗതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത് കൊടുക്കുന്നു. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു പ്രതിരോധ പ്രവർത്തനം നടത്തും. പിന്നെ ആവശ്യത്തിന് നനവ് കൊടുത്താൽ മാത്രം മതി. എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അതും ഏറ്റവും പോഷകസമ്പന്നമായ രീതിയിലുള്ള ഉൽപ്പാദനമാണ് നമുക്ക് അതിനോട് പറ്റുന്നത്. വെറുതെ ഒരു കൃഷിയല്ല, പോഷകസമൃദ്ധമായിട്ടുള്ള ഉൽപ്പാദനമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ടേസ്റ്റും കൂടുതലുണ്ട് ഉറപ്പായിട്ട്. ഫ്ലവർ ഇത് മറ്റേ ക്യാപ്സിക്കം നല്ലപോലെ ഉണ്ടാവും. ക്യാപ്സിക്കം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ക്യാപ്സിക്കം. ഇതിപ്പോൾ നേരത്തെ കഴിഞ്ഞ വർഷത്തെ കൃഷിയുടെ ബാലൻസ് നിൽക്കുന്നതാണ്. നല്ല വലിപ്പത്തിൽ, ഇത് ഏറ്റവും വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല വലിപ്പത്തിലാണ് കിട്ടുന്നത്. ആ ചെടിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഇല്ല, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ എല്ലാ ആഴ്ചയിലും നമ്മളൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് തളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ഇത് വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കരുത്. വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതെ. തക്കാളിക്ക് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഈ പ്രായമാകുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും ഇത് ദ്രുതവാട്ടം വന്ന് പോകുന്നു പറയുന്നത്. അതിന് നമ്മൾ ആ സോയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫംഗസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ല, വേര് ചീലുണ്ടാവില്ല. അത് നന്നായിട്ട് വളരും.
അതുപോലെ തന്നെ ഇതിനകത്ത് ചിത്രകീടം എന്ന് പറയുന്ന ഒരു കീടത്തിന്റെ ആക്രമണം ഇതിൽ ഇങ്ങനെ വര പോലെ ഇങ്ങനെ കാണും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഉണ്ടാകുന്നില്ല. അതിനാ നീമിന്റെ ആ ഓയിൽ അത് നമ്മൾ സ്പ്രേ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അതൊരു ആഴ്ചയില ഒരു 10 ദിവസം കൂടുമ്പോഴത്തേക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും ഒന്ന് മാറി മാറി കൊടുത്തോണ്ടിരുന്നാൽ മതി. നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രം മതി. സൈഡ് മറിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നേരത്തെ സൈഡ് മറച്ചിരുന്നു, പക്ഷേ പിന്നീട് അത് സൈഡ് എടുത്ത് കളഞ്ഞ. ആ മുന്തിരിയാ, ആണോ? ഇത് പെനട്രോൺ എന്ന് പറയുന്ന ഒരു യൂസ് ടെക്നോളജി ആണ്, ഒരു മദർ കൾച്ചറാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ചകിരിച്ചോറും ചേർത്തിട്ട് ഒരു ഇനോക്കുലം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇത് കണ്ട ചകിരിച്ചോറാണെന്ന് തന്നെ, പക്ഷേ ഇതിനകത്ത് ഈ ബാക്ടീരിയ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഇനോക്കുലമാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതിയുണ്ട്. എയർ പ്രൂണിംഗ് ബോട്ടിനകത്ത് സംസ്കരിക്കുമ്പോൾ എയറേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. ഒറ്റ മാസം കൊണ്ട് തന്നെ ഇതിനകത്തുള്ള സാധനം ഒന്നാന്തരം വളമായിട്ട് മാറുകയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞോളൂ. ഇത് നമ്മളെ അടുക്കള മാലിന്യങ്ങളെല്ലാം നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ, നാരങ്ങാത്തൊണ്ട്, സവാളയുടെ തൊണ്ട്, അതൊക്കെ നമുക്ക് ബയോഗ്യാസിനകത്ത് ഇടാൻ പറ്റൂല. അതൊക്കെ ഇതിലിട്ട് നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാം. മുട്ടയുടെ തൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ 1 മാസം കൊണ്ട് തന്നെ നമുക്കിത് വളമാക്കി എടുക്കാം. മുട്ടത്തൊണ്ടൊക്കെ നന്നായിട്ട് പൊടിഞ്ഞും കിട്ടും ഇതിനകത്ത് ഇടുമ്പോഴത്തേനും. അങ്ങനെ എല്ലാ വേസ്റ്റുകളും നമുക്ക് ഇതിനകത്ത് ഇടാം. വെള്ളം മാത്രം ഇതിനകത്ത് പാടില്ല. വെള്ളം ഇല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്ത്, ചോറൊക്കെ ആണെങ്കിലും ചോറിൻ്റെ വെള്ളം മാറ്റിയിട്ട് നമുക്ക് ചോറിട്ടിട്ട് ഇതിനകത്ത് ഇനോക്കുലം ഇട്ടിട്ട് ഓരോ ദിവസം ഇടുന്ന പിന്നെ വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇനോക്കുലം വിതറി അങ്ങനെ ഓരോ ദിവസം ഒരു 30 ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയി കിട്ടുന്നുണ്ട്. ഞങ്ങളിവിടെ എടുത്തതാണ് ഇത്. 1 മാസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണിത്. ഇതിന് യാതൊരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. ഇത് കണ്ടില്ലേ, നല്ല വളമായിട്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ടെറസിലാണെങ്കിലും എവിടെയാണെങ്കിലും കൃഷി ചെയ്യുന്നതിന് ഉപയോഗിക്കാം. കണ്ടില്ലേ, ഇത് എയർപോർട്ട് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് ഇത് എയറേഷൻ നന്നായിട്ട് നടക്കും. ഈ കമ്പോസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് എയറേഷനാണ്. സാധാരണ നമ്മൾ ബയോബിൻ ഉപയോഗിക്കുമ്പോഴത് ബയോബിന്നിനകത്ത് ഇത്തരം ഹോൾസ് ഇത്രയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അത് താമസം ഉണ്ടാവാൻ. അതുമല്ല, അതിനകത്ത് നല്ല സ്മെല്ലും വരുന്നുണ്ട്. ബയോബിന്നിനകത്ത് ഇടുമ്പോഴത്തേനും ഈ വേസ്റ്റ് ഇടുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിനകത്താകുമ്പോൾ ആ സ്മെല്ലിന്റെ പ്രശ്നം വരുന്നേ ഇല്ല. തന്നെയല്ല, നമ്മുടെ ഈ ഇനോക്കുലം ഉപയോഗിക്കുമ്പോൾ ഈ സ്മെല്ലിനെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കോഴിക്കാഷ്ടമൊക്കെ കമ്പോസ്റ്റ് ചെയ്യണ കാര്യം പറഞ്ഞു. അതിനകത്ത് ഈ സാധനം അത് നമ്മൾ ലിക്വിഡായിട്ട് ആക്കിയിട്ട് സ്പ്രേ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു 6 മണിക്കൂർ കൊണ്ട് തന്നെ കോഴിക്കാഷ്ടത്തിനകത്ത് ആ സ്മെല്ല് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു സ്മെല്ലും ഇല്ല. നമ്മൾ ഇതിട്ട് ഇനോക്കുലം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ ആ പിന്നെ മണം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട്. അപ്പോൾ നമ്മൾ വീടിന് പുറത്ത് എവിടെയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള കമ്പോസ്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. എയർപോർട്ടിന്റെ അസംബ്ലിങ് ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞു, അത് ഞാൻ കാണിച്ചു. ഇത് എയർപോർട്ടിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഹോളുള്ള ഭാഗം ഇവിടെ കാണാം. ഈ ഹോളുള്ള ഭാഗം പുറത്ത് വരിക, ഈ ഹോളില്ലാത്ത ഭാഗം അകത്ത് വരിക. ഇതിങ്ങനെ ഈ രീതിയിൽ ഇവിടെ വയ്ക്കുക. അത് കഴിഞ്ഞിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക. വളരെ സിമ്പിളാണ്.
ഇതുപോലെ ലോക്ക് ചെയ്യുക. ഈ അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കാനും അതുപോലെ എന്ത് സാധനങ്ങളാണ് സംസ്കരിക്കുന്നതിന് ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കാൻ അതെ, ഇത് പ്ലാന്റ്സ് നടുന്നതിന് വളരെ ഏറ്റവും നല്ല സാധനം. ഇതിന് നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതിൽ പ്ലാന്റ് നടുന്ന സമയത്ത് ഇപ്പോൾ കമ്പോസ്റ്റും മണ്ണും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ശരിക്കും അകത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു നല്ലപോലെ ടൈറ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് വേണം പ്ലാന്റ് നടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ധാരാളം വേരുകളുണ്ടാവും. ഈ വേരുകൾ ഇങ്ങനെ ഈ ഹോൾസിലൂടെ പുറത്തേക്ക് വരും, അവിടെ വെച്ച് പ്രൂൺ ചെയ്യും. അതുകൊണ്ടാണ് എയർ പ്രൂണിങ് പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ പുതിയ വേരുകൾ വന്നുകൊണ്ടിരിക്കും, പ്ലാന്റിന് നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ കുറച്ച് വളർത്തിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കണമെങ്കിൽ ഇതുപോലെ ഈ ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ അതിനെടുത്തിട്ട് നമുക്ക് വേറെ ഒരു കുഴിയിലേക്ക് വെച്ച് ഇതിന് 330 രൂപ. ഇത് 50 ലിറ്ററിൻ്റെയാണ്. ആ, ഇതിൻ്റെ ചെറുതുമുണ്ട്, അതിന് 280 ഉണ്ട്, 230 ഉണ്ട്. അങ്ങനെ പല വലിപ്പത്തിലും ഇത് കിട്ടുന്നു. എത്ര കാലം ലാസ്റ്റ് ചെയ്യും? ഇത് കുറേ വർഷങ്ങൾക്ക് കിട്ടും. ഒരു 4-5 വർഷം എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. അത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് 2 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അത് നമ്മൾ അഴിച്ചെടുത്തിട്ട് വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇതിപ്പോൾ നമുക്ക് കൊണ്ടുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂരിലാണ്. അല്ലല്ല, ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ആ, ഇത് ചൈന മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. ഇതിനകത്ത് പ്ലാവ് അതുപോലെയുള്ള വലിയ മരങ്ങൾ അതിപ്പോൾ പിന്നെ മാവ്, ഞങ്ങളിവിടെ മാവ് പലതരത്തിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഓർഗാനിക് വളങ്ങൾ ഉപയോഗിച്ചൊക്കെ എന്തൊക്കെ കൃഷികളാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഓർഗാനിക് വളങ്ങൾ ആദ്യ കാലങ്ങളിലൊന്നും ചെയ്യാറില്ലല്ലോ. ഞങ്ങള് കുറെ കാലങ്ങളായുണ്ട്. പച്ചക്കൃഷി എന്ന് വെച്ചാൽ പയറുണ്ട്, വെണ്ട, പാവല്, അത് നല്ല രീതിയിൽ കൃഷി ഉണ്ടായിരുന്നു. നല്ല ഉത്പാദനമാണ്. 100 ഏക്കർ കൃഷി ചെയ്യുന്നവരാണ്. 100 ഏക്കർ നമ്മുടെ ഏറ്റവും ഇൻഡിവിജ്വൽ ഫ്രണ്ടാണ് പുള്ളി. ബിനോയ് എന്നാണ് പുള്ളി. നല്ലൊരു കൃഷിക്കാരനാണ് പുള്ളി. ഇത് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ജാതിയൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെടുക. ജാതിക്കൊക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ജാതിക്ക് ഇവിടുന്ന് കൊണ്ടുപോയായിരുന്നു, ഇവിടുന്ന് മരുന്ന് കൊണ്ടുപോയി നല്ല വിളവായിരുന്നു. അത് നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. നല്ല വിളവാണ്. ഞാൻ തന്നെ പലരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൃഷി ഈ ജാതിക്ക് വളം ചെയ്യാനായിട്ട്. ഇപ്പൊ ടി പി ജോർജ് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. 2 ഏക്കർ കൃഷിയാണ്. 120 ജാതിയുണ്ട് പുള്ളിക്ക്. പുള്ളി മുഴുവൻ അതിനകത്ത് മരങ്ങൾ എല്ലാം വെട്ടി മാറി. വാഴക്കൊലയ്ക്ക് ഇങ്ങനെ സ്പ്രേ കൊടുത്തപ്പോഴേ ഇതിന്റെ കൂട്ടുണ്ട് അത് ഒരു 2 പ്രാവശ്യം സ്പ്രേ കൊടുക്കാം. അപ്പൊ ഒരു 15 കിലോ കിട്ടുന്നതിലേക്കാണെങ്കിൽ 17. ഏത്തവാഴ കൃഷിക്ക് വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ച് ഈ പിണ്ടിപ്പുഴു ഉണ്ടാകുമ്പോൾ നമ്മുടെ പെസ്റ്റോഹിറ്റ് PPNB എന്ന് പറഞ്ഞാൽ 2 പ്രോഡക്റ്റ് ഉണ്ടല്ലോ. 1 മില്ലി വീതം ചേർത്തിട്ട് സ്പ്രെഡോളും ചേർത്തിട്ട് 2 പ്രാവശ്യം സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഈ പിണ്ടിപ്പുഴുവിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വാഴക്കൊലയായി കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടിങ് സ്റ്റേജ് എന്ന് നമ്മൾ പറയും. ആ ഫ്രൂട്ട് ആയി കഴിഞ്ഞിട്ട് 1 മില്ലി വീതം ഫ്രൂട്ടർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. ആ ഫ്രൂട്ടർ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ml സ്പ്രെഡോളും കൂടെ ചേർത്തിട്ട് സ്പ്രേ കൊടുക്കുക. 1 ലിറ്റർ കൊണ്ട് തന്നെ നമുക്ക് കുറേ കൊലയ്ക്ക് അടിക്കാൻ പറ്റും. കൊലയിൽ മാത്രം അടിച്ചാൽ മതി. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 15 കിലോ കിട്ടേണ്ട കൊലയാണെങ്കിൽ 17 കിലോ കിട്ടുന്നത് മാത്രമല്ല 2-2.5 കിലോ വരെ കൂടുതൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഒരാളെന്നോട് പറഞ്ഞത് പുള്ളിക്ക് 70 രൂപ വരെ വില കിട്ടിയെന്ന് പറഞ്ഞു. 1 കിലോയ്ക്ക് 70 രൂപ വില കിട്ടുന്നത് ഈ രീതിയിൽ. അപ്പോൾ വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ് ഫ്രൂട്ടർ. ഇതിന്റെ ഓരോ പ്രോഡക്റ്റ് ഓരോ സ്റ്റേജിൽ കൊടുക്കേണ്ട ഓരോ പ്രോഡക്റ്റ് ആ സമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മികച്ച ഉൽപ്പാദനം. ഇപ്പം നമ്മൾ ഈ കൂടുതൽ ലാർജ് സ്കെയിൽ കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലാഭകരമായിട്ട് കൃഷി കൊണ്ടാൻ പറ്റും. ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലേബർ കുറയ്ക്കാം. ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ഇത് ലിക്വിഡ് അല്ലേ, ഇത് സ്പ്രേ കൊടുക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് അതാണ്. നമ്മൾ ഒരു ചാക്ക് വളരെടുത്തിട്ട് അതിന്റെ കൂലിച്ചെലവ് എല്ലാം നോക്കുമ്പോഴേക്കും അതിന്റെ ഇരട്ടിയിരട്ടിയിൽ ഉത്പാദനം ഇതിൽ വരുന്നത്. അതാണ് കുറച്ചുകൊണ്ട് വരാം. ഇപ്പൊ ജാതിക്ക് തന്നെയാണല്ലോ അന്നേരം കൊണ്ടുപോയത് എല്ലാത്തിന്റെ ചോട്ടിൽ വാരിയിട്ട് സിമ്പിള് 50 ജാതി ചെയ്തത് നിമിഷം സമയമുണ്ട്. അതൊക്കെ ഉപയോഗിച്ചാൽ നല്ല വ്യത്യാസമുണ്ട്.
ഡ്രോൺ ഉപയോഗിച്ചിട്ടും ഇപ്പോൾ ഈ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾ ഇതുണ്ട്. കുറച്ച് കൂടുതൽ ഏരിയ വേണം. പിന്നെ ഇപ്പോൾ ഈ നമുക്കിവിടെയൊക്കെ ലൈനൊക്കെ ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് ലൈൻ പോകുന്നതുകൊണ്ട് ഏരിയ സാറേ ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെതാണ് അത് കൃഷി ചെയ്യുന്ന ജയകുമാറാണല്ലോ കൃഷി ചെയ്യുന്നത്. 2 പ്രാവശ്യം ഇപ്പൊ ഇട്ട് കഴിഞ്ഞത് ഈ വരുന്നതല്ലേ നല്ല ഇതായിരുന്നു. പുള്ളി തന്നെ എല്ലായിടത്തും കൊണ്ട് കാണിക്കുന്നുണ്ടോ? പിന്നെ ഇവിടെ നമ്മുടെ സുഹൃത്താണല്ലോ പുത്തമാനയില് 2 ജോണി തോമസും പിന്നെ ജോസഫും അവരുടെയൊക്കെ തോട്ടങ്ങളിലൊക്കെ അവരിത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബയോ ഫാർമസിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാറേ, ഇവിടെ ഈ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഈ കൃഷി രീതികൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്കുള്ള ഈ വളങ്ങളൊക്കെ കൊടുത്തു വിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാം ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില കർഷകർക്കൊക്കെ കുറഞ്ഞ അളവിൽ മതി, കാരണം അടുക്കളത്തോട്ടം ഉള്ളവർക്കൊക്കെ കുറഞ്ഞ അളവിൽ മതി. അത് ഞങ്ങൾ ഇവിടെ വരുന്നവർക്ക് മാത്രമായിട്ട് ഇതുപോലെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ കുപ്പികളിലാക്കിയിട്ട് ഞങ്ങൾ റീപാക്ക് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എല്ലാ പ്രോഡക്റ്റും വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ എല്ലാത്തിനുള്ള വളങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഈ 1 ലിറ്റർ ബോട്ടിലാണ് എപ്പോഴും ലാഭകരമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കൂടാതെ ഞങ്ങളിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് തന്നെ കൊടുത്തു വിടും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 ജാതി അല്ലെങ്കിൽ 10 തെങ്ങ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഈ ബയോഗ്യാസ് സ്ലറിക്കകത്ത് ചേർത്തിട്ട് ഇതിലങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു വിടും. അപ്പോൾ ആളുകൾക്ക് അത് കൊണ്ടുപോയിട്ട് പിന്നെ കലക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഒട്ടേറെ പേര് എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഇവിടെ ഓരോ പ്രശ്നങ്ങളുമായിട്ട് വരും. ചിലർക്ക് തെങ്ങിൻ്റെ മഞ്ഞളിപ്പാണ് പ്രശ്നം, ചിലർക്ക് മണ്ടരിയാണ്, അല്ലെങ്കിൽ ജാതിയുടെ കാവൊഴിച്ചിൽ, അതുപോലെ തന്നെ ഫംഗൽ പ്രശ്നങ്ങൾ, പെസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുമായിട്ട് വരും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഇത്രയും പ്രോഡക്ട്സാണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സുകൾ. അപ്പോൾ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് പ്രോഡക്ട്സ് ഉൾപ്പെടെ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അതുപോലെ ഉൾപ്പെടെയുള്ള കുറേ സാധനങ്ങൾ, സപ്ലിമെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മൃഗങ്ങൾക്ക്, മനുഷ്യർക്ക്, അതുപോലെ പിന്നെ ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് പ്രോഡക്ട്സ് കംപ്ലീറ്റ് ഒരു ഹോൾ സൊല്യൂഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പ്രധാനമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭൂമി പവർ, റൂട്ട് ഗാർഡ്, പ്രീമിയം, നൈട്രോ കിങ്, ഗ്രോയർ, ബ്ലൂമ്, സ്ട്രെസ് ഔട്ട്, സ്പ്രെഡോൾ, ഇത്രയാണ് വളങ്ങളുടെ ഐറ്റത്തിൽ കൊടുക്കുന്നത്. അതുകൂടാതെ ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ കൊടുക്കും. ഒരു 10 ചുവട് പാവലൊരു സാധനം എല്ലാം കൂടെ കലക്കി തന്നില്ല, പേരറിയാൻ മേല, സുഭിക്ഷമായിട്ട് വിറ്റില്ല. എല്ലാ ദിവസവും ആവശ്യക്കാർ കിട്ടി. ഞാൻ കുറച്ച് ഉണങ്ങി വെച്ചിട്ടുണ്ട്, എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? അപ്പൊ ഗ്രീൻ പ്ലാനറ്റിന്റെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്തിട്ട് ഉള്ളിയാണ് അതിനെ കൃഷി ചെയ്തത്. സെർവ് ചെയ്യണതിന് ഒരു അതൊരു മാത്രം ഉണ്ടായി. അതിന് ഇവിടുന്ന് ഉണ്ടായ വിത്ത് തന്നില്ല. അതിന് ഒരു കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നീളം കൂടുതൽ വെച്ചില്ല. അത് ഇത്ര സ്വല്പം നീളം കുറഞ്ഞിട്ട് എന്തോരം ഉണ്ടായെന്ന് വെച്ചാൽ അതിൽ ഇവിടെ വന്ന് ഇപ്പൊ വന്നത് ശ്രീ ബാബുക്കുട്ടൻ എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആളാണ്, അദ്ദേഹത്തിന്റെ അനുജനാണിത്.
അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, സന്ദർശനം നടത്തും. എന്നിട്ട് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഒട്ടേറെ ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങാറുണ്ട്. ഒട്ടേറെ വലിയൊരാൾ ഇപ്പൊ വലിയ ഇവിടെ വരും, ഒരു പെരുത്തൊരാള്, പെരുത്തലിന്റെ ആള് ചെറുതാ, പക്ഷെ അത് ഉഗ്രം കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ അതാണ്. 100 ഏക്കർ കൃഷി ചെയ്യുന്ന ആളല്ലേ? ആ 2 ട്രാക്ടർ 2 ടില്ലർ കൊയ്ത്ത് മെഷീൻ 14 പണിക്കാർ ദിവസം നിൽക്കണവര് എന്തോരം കൃഷി ചെയ്യാൻ മേലെ. നമ്മളെ പോലെയാണോ? നമ്മൾ ഈ ഒരേക്കർ കൃഷി ചെയ്യണമെന്ന് ഇവരുടെ പറ്റുമോ? അതാണ് ഈ റംബൂട്ടാൻ ഈ ഇല കരിയണേണ്ടെങ്കിൽ അതിന് നമ്മുടെ ഇലകൾ ഇങ്ങനെ അതുണ്ട്. അത് പിന്നെ ഈ ഇല കരിയുന്ന 2 പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് ഫംഗസിന്റെ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ പൊട്ടാസ്യത്തിന്റെ കുറവ് കൊണ്ടാണ് ഈ അടിയിലുള്ള ഇല കരിയുന്നത്. അപ്പൊ അതിന് കുറച്ച് പൊട്ടാഷ് കൊടുത്താറുണ്ട്. പൊട്ടാഷ് ലൂസ് ഉണ്ടല്ലോ, ആ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്, ബയോ പൊട്ടാഷ് ഉണ്ട്. ഇവിടെ ബയോ പൊട്ടാഷ് ഉണ്ട്. ഇവിടെ അത് കുറച്ചുണ്ടായാൽ മതി. അതിന് കിലോയ്ക്ക് വളരെ നിസ്സാര പൈസയുള്ളൂ. അതുകൊണ്ട് മരുന്ന് അടിച്ചു കൊടുത്തില്ലേ നമ്മള് പുതിയ അവിടെ ഒന്നും മരുന്ന് കൊടുത്തില്ലേ? ജോർജേട്ടൻ അടിക്കാൻ വന്നോ? പുള്ളിക്ക് വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു, അടിക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് കഴിഞ്ഞ തവണ ജാതിക്ക് ഇട്ട് കൊടുത്തിട്ട് കായ്ക്കൊക്കെ നല്ല വലിപ്പം കിട്ടുന്നുണ്ട്. പുള്ളിക്ക് 100 കിലോ ജാതി ഉണ്ട്, തരക്കേട്ടില്ല. ഇപ്പം മരമൊക്കെ എല്ലാം വെട്ടിക്കളഞ്ഞ് ജാതി ഒരു നന്നായിട്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടന് വിജയ് ശങ്കരൻ രവിചേട്ടന് 12 ജാതി ഉണ്ട്, പുള്ളിയും വരും കേട്ടോ. അതിന്റെ കമ്മീഷൻ കൂടെ ഞാൻ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് RK ഓർഗാനിക് സെൻറ്റർ, ഇറുമ്പയ. ഫോൺ നമ്പർ 944 75 72 164. താങ്ക് യു.